നമസ്കാരം. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിൽ തൊഴിൽ നിഷേധിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. അഴിമതിക്കെതിരെ ധാർമ്മിക ബോധം വളർത്താൻ കഴിയാത്തത് മൂലമാണ് അണ്ണാ ഹസാരെയുടെ സമരം പരാജയപ്പെട്ടതെന്ന് SUCI പോളിറ്റ് ബ്യൂറോ അംഗം കൃഷ്ണ ചക്രവർത്തി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്കേഴ്സ് കേരള തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം നടന്നു. വാർത്തകൾ വിശദമായി. NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കാർഷിക മേഖലയിൽ തൊഴിൽ നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന സമിതി അംഗം KP മേരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് അധ്യക്ഷനായിരുന്നു. പണിയെടുക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഇടവെട്ടി പഞ്ചായത്തിലെ തൊഴിലാളികൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാൻ അത് 100 ദിവസമല്ല 200 ദിവസം ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ തൊഴിൽ തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുവദിച്ച തുക ലാപ്സാക്കി കളയുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും അന്യായമായി അല്ലെ നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ കാർഷിക മേഖലയില് നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. റോഡ് വൃത്തിയാക്കുക, അതിന്റെ സൈഡ് ചെത്തുക, അതോടൊപ്പം തന്നെ തോടോ കുളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക, ഇതൊക്കെയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രധാനപ്പെട്ട ജോലി. എന്നാൽ പിന്നീട് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് 100 ദിവസം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ കാർഷിക പുരയിടത്തിൽ അവിടെ ജലം സംരക്ഷിക്കുന്നതിന് വേണ്ടി, മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി, അതുവഴി കൂടുതൽ കാർഷിക ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനത്തിന് വേണ്ടി അമ്പലക്കാളയ്ക്ക് ഇനി വിശ്രമ ജീവിതം. നഗരവാസികൾക്ക് പ്രിയങ്കരനായിരുന്ന കണ്ണൻ എന്ന അമ്പലക്കാളയാണ് തൊടുപുഴ കണ്ണന് സമീപം ശിഷ്ടകാലം വിശ്രമിക്കാൻ എത്തിയിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ കണ്ണൻ എന്ന അമ്പലക്കാള തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് വിശ്രമത്തിലാണ്. പ്രായാധിക്യവും കുപ്പിച്ചില്ല് തറച്ച കാലിലുണ്ടായ മുറിവ് മൂലം അവശനായി വഴിയോരത്ത് കിടന്ന കാളയെ ക്ഷേത്ര പരിസരത്ത് എത്തിക്കുകയായിരുന്നു. SPCA മുൻകൈയെടുത്താണ് കാളയെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചത്. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ക്ഷേത്ര പരിസരത്ത് എത്തിക്കുകയായിരുന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരുകയാണ്. കാള ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങിയിട്ടുണ്ട്. 40 വർഷം മുമ്പ് ഉടുമ്പന്നൂർ സ്വദേശിനിയായ ഒരു സ്ത്രീയാണ് കണ്ണനെ നടയിരുത്തിയത്. മറ്റ് അമ്പലക്കാളകൾക്കൊപ്പം നഗരം ചുറ്റിയിരുന്ന കണ്ണൻ വലിപ്പം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നഗരജീവിതത്തിന്റെ ഭാഗമായി മാറിയ കാളക്കൂറ്റിന് ചുമട്ടുതൊഴിലാളികളും വാഹന ഡ്രൈവർമാരും ഹോട്ടലുകാരും ഭക്ഷണം നൽകിയിരുന്നു. വാർദ്ധക്യത്തിൽ ഇഷ്ടഭക്ഷണം ബേക്കറി സാധനങ്ങളാണ്. പടച്ചോറും പഴങ്ങളും കഴിക്കാൻ കൂട്ടാക്കാത്ത കണ്ണൻ ബണ്ണ് പോലുള്ള ബേക്കറി സാധനങ്ങൾ രുചിയോടെ കഴിക്കുന്നുണ്ട്. വാർദ്ധക്യം അലട്ടുന്ന അമ്പലക്കാളയെ നല്ല നിലയിൽ സംരക്ഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും പറയുന്നു. നേരെ അമ്പലത്തിൽ കൊണ്ടുവരികയും കൃഷ്ണതീർത്ഥത്തിൽ അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്ത് തണലുണ്ടാക്കി അവിടെ കിടത്തി അതിനാവശ്യമായിട്ടുള്ള തീറ്റകളും വൈദ്യസഹായവും ഇപ്പം നിലവിൽ ചെയ്തു പോന്നു. ആരോഗ്യം കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിലും വളരെ ഇതായിട്ടുണ്ട്. അപ്പം അതിന് പിന്നെ ഈ ബേക്കറി സാധനങ്ങളും അതിന് വളരെ കാലങ്ങളായിട്ട് പല സാധനങ്ങളും പലയിടത്തും കിട്ടി ശീലിച്ചുകൊണ്ട് ബേക്കറി സാധനങ്ങളോട് ഇഷ്ടം കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ കഞ്ഞോളം അമ്പലത്തിലെ വഴിപാടിൻ്റെ നേദ്യം അതിൻ്റെ ഇതെല്ലാം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കഞ്ഞോളം കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ ദിവസവും വന്ന് ഡോക്ടറുടെ മേൽനോട്ടത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഡയറ്റാണ് ആവശ്യമുള്ള ഡയറ്റ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഭക്തജനങ്ങളുടെ മാത്രമല്ല തൊടുപുഴ നിവാസികളുടെ മുഴുവൻ ഒരു സ്നേഹഭാജനമായിരുന്നു ഈ കാള. ഇപ്പോൾ അവന് അവശ്യ നിലയിൽ കണ്ടെങ്കിലും നാട്ടുകാരും ഭക്തജനങ്ങളും SPCAയിൽ വിളിച്ചു പറഞ്ഞനുസരിച്ച് അവരുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഉപദേശ സമിതിക്കാരോട് പറയുകയും പ്രസിഡന്റും ട്രഷററും സെക്രട്ടറി എല്ലാം മുൻകൈ എടുത്ത് മൃഗാസ്പത്രിയിൽ അറിയിക്കുകയും അവരതിന് ഗ്ലൂക്കോസ് കൊടുത്ത് അവൻ പൂർവാധികം ശക്തിയോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഭക്തരുടെ ആഗ്രഹം ഈ അമ്പലക്കാള കണ്ണൻ വീണ്ടും
പൂർവാധികം ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ഭഗവാനെ നിത്യവും കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ താൽക്കാലികമായി ഷെഡ് കെട്ടി അവനെ പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ ഈ 45 ഏറെക്കുറെ 40-45 വയസ്സ് പ്രായമുള്ള ഈ കാള തൊടുപുഴയിലെ കൃഷ്ണഭക്തരുടെയൊക്കെ ഒരു ആരാധനാപാത്രം കൂടിയാണ്. അഴിമതിയെ തടയാൻ അഴിമതിക്കെതിരെ വികാരം മാത്രം പോരെന്ന SUCI പോളിറ്റ് ബ്യൂറോ അംഗം കൃഷ്ണ ചക്രവർത്തി. അഴിമതിക്കെതിരായ ഒരു ധാർമ്മിക ബോധം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ധാർമ്മിക ബോധം വളർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അണ്ണാ ഹസാരെയുടെ സമരം ഫലം കാണാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു. SUCI 65ാം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി CK ലൂക്കോസ്, ജെയ്സൺ ജോസഫ്, GS പത്മകുമാർ, N വിനോദ് കുമാർ, CBC മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. Today it has become too much. All parents feel so insecure about their children, particularly girl children. When they go to the school or colleges, until they come back to home, no parents feels secure. Such has become the situation. Why? Did it happen out of nothing? It cannot. That is the point we have to understand. അഴിമതി ധാർമ്മികമായ ഒരു പിൻബലം ഇല്ലാതായിരിക്കുന്ന ഒരു സമൂഹത്തിൽ മോഷണം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമേ അല്ലാതെ ആയി മാറിയിരിക്കുകയാണ്. അഴിമതി എന്ന് പറയുന്നത് പൊതുഖജനാവിലെ പണം മോഷ്ടിക്കലാണ്. ഇന്ന് അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ അധികാരസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുഖജനാവിലെ പണം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ധാർമ്മികമായ ഒരു മനസാക്ഷി കുത്തും അവർക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ അഴിമതിക്കെതിരെ വളരെ ബൃഹത്തായ ഒരു പ്രക്ഷോഭം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. പക്ഷേ അഴിമതി വിരുദ്ധമായ പ്രക്ഷോഭം എന്ന നിലയിൽ വളർന്നു വന്നെങ്കിലും ഈ അഴിമതിക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ധാർമ്മികമായ ശൂന്യത അതിനെ അതിജീവിക്കാൻ പോകുന്ന തരത്തിൽ ഉയർന്ന ഉന്നതമായൊരു ധാർമ്മിക നൈതിക ബോധത്തിന് ജന്മം നൽകാൻ ആ പ്രക്ഷോഭത്തിന് ആ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ആത്യന്തികമായ പ്രക്ഷോഭം പരാജയപ്പെട്ടുപോയി. അങ്ങനെ പരാജയപ്പെട്ടേ മതിയാവും. കാരണം അഴിമതിയെ തടയാൻ അഴിമതിക്കെതിരായ വികാരം മാത്രം പോരാ. അഴിമതിക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ജീർണമായ ധാർമ്മികതയ്ക്ക് പകരം ഉന്നതമായ ധാർമ്മിക നൈതിക ബോധം അതിന്റെ അടിത്തറയിൽ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ അഴിമതിയെ ഇല്ലാതാക്കാൻ കഴിയൂ. കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് നൽകി യുവാക്കൾ മാതൃകയായി. വെങ്ങലൂർ ബൈപ്പാസിൽ 1 ലക്ഷത്തോളം രൂപ അടങ്ങിയ ബാഗ് ഓട്ടോ ഡ്രൈവർ ഷമീറിനും ഇലക്ട്രോണിക്സ് കട ഉടമയായ നിസാറിനും ലഭിക്കുകയായിരുന്നു. ഇവർ അറിയിച്ചതനുസരിച്ച് CTV ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു. നമ്മൾ അധ്വാനത്തിന്റെ ഫലമല്ല, മറ്റൊരാൾ അധ്വാനിച്ച സംഖ്യയാണ്. അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടായതുകൊണ്ടാണ് ഞങ്ങളത് തിരിച്ചു കൊടുത്തത്. ചാനലിൽ നിന്ന് വിവരമറിഞ്ഞെത്തിയ ഉടമ മടത്തിക്കണ്ടം സ്വദേശി വക്കച്ചന് ഇരുവരും ചേർന്ന് പണം കൈമാറി. വക്കച്ചൻ സ്വകാര്യ ഫോൺ കമ്പനിയുടെ മാനേജറാണ്. കളക്ഷൻ ലഭിച്ച പണമാണ് ഇദ്ദേഹത്തിന് കൈമോശം വന്നത്. കിട്ടിയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഈ തന്ന ആൾക്കാർക്കുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം അർബൻ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാനാൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T വിനോദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. കേരള സംസ്ഥാനത്ത് ഇപ്പോൾ 300 യൂണിറ്റുകളുണ്ട്. ആ 300 യൂണിറ്റുകൾക്ക് മുകളിലുള്ളതിനെ ഞങ്ങൾ ABC ഗ്രൂപ്പുകളിൽ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു. എയിൽ വരുന്ന 150ഓളം യൂണിറ്റുകൾ നമ്മുടെ കേരള സംസ്ഥാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ചാൽ 150A, ബാക്കി BC, അങ്ങനെ 300 യൂണിറ്റുകൾ. ആ 150 യൂണിറ്റില് അതിൽ ഏറ്റവും പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന 5 യൂണിറ്റുകളെ എടുത്താൽ അതിൽ ഒന്ന് തൊടുപുഴയാണെന്ന് പറയാൻ ഞാൻ അഭിമാനം കൊടുക്കാം. കാരണം അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ തൊടുപുഴ. തൊടുപുഴയെ പറ്റി പറയുമ്പോൾ ഞാൻ യൂണിറ്റിന്റെ ഭാരവാഹികളെ പറ്റി ഞാൻ തൊടുപുഴക്കാരനായ ഒരാളായതിനെ പറ്റി പറഞ്ഞാൽ അതിനകത്ത് ഗൗരവമില്ല. ഞാൻ ഇന്നലെ അടിമാലിയിൽ പറഞ്ഞു, മൂന്നാമത് മിഞ്ഞാത് പറഞ്ഞു, അതിന് ചില ദിവസം കട്ടപ്പനയിൽ പറഞ്ഞു. അവിടെയെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു.
അവിടെയെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ കൈയെടുത്ത് തൊടുപുഴയെ ആദരവ് സ്നേഹിച്ചത്. അപ്പൊ തൊടുപുഴയിലത്തെ യൂണിറ്റ് ഭാരവാഹികളെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം അതുപോലെ ഒരു പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ പ്രസിഡന്റിനെയോ അല്ല, ഇവർ കൂട്ടായ ഈ യൂണിറ്റ് കമ്മിറ്റികൾ എല്ലാവരുടെയും കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നമ്മുടെ തൊടുപുഴ യൂണിറ്റിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ അവരുടെ ആ പ്രവർത്തനം ഇനി നാളെ ഇതുപോലെ തന്നെ തുടരട്ടെ, ഇങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെരുമ്പള്ളിച്ചിറ സന്ദീപിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഏപ്രിൽ 28 വൈകിട്ട് 6 നടക്കും. ഇൻഡോർ സ്റ്റേഡിയം തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസും ടൂർണമെന്റ് കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോമും ഉദ്ഘാടനം ചെയ്യും. സംഘാടകരായ KS അജി, TN സുശീലൻ നായർ, കിരൺ ബാബു, ഷൈജൻ സ്റ്റീഫൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം 28/4/2013 ഞായറാഴ്ച 6 മണിക്ക് ശ്രീ TN സുശീലൻ നായരുടെ അധ്യക്ഷതയിൽ കൂടുകയും KS അജി സ്വാഗതം പറയുകയും ഈ സ്റ്റേഡിയത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ PG ഹരിദാസ് നിർവഹിക്കുകയും ചെയ്യും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെലിൻ ജെറോം നിർവഹിക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ഉഷ രാജശേഖരൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണാളിൽ, ഈ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷൈജൻ സ്റ്റീഫൻ, സാന്ദീപനി സ്കൂൾ ഹെഡ് മാസ്റ്റർ S മുരളി മുതലായവർ സംസാരിക്കും. ടൂർണമെന്റിന്റെ സമാപനം ഏതാണ്ട് 6-7 ദിവസങ്ങളിൽ ഈ ടൂർണമെന്റ് ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടീമുകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചാണ് ഈ ദിവസങ്ങൾ നീളുന്നത്. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന TN സുശീലൻ നായർ, സമ്മാനദാനം നിർവഹിക്കുന്നത് സജി മർക്കോസ്, സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ്, തൊടുപുഴ. പയ്യാവ് ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ ജയന്തി ഉത്സവം നടന്നു. മേൽശാന്തി പുതിയ പറമ്പിൽ നാരായണൻ നായരുടെ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു. വൈകിട്ട് നൃത്തങ്ങൾ, ഓട്ടൻ തുള്ളൽ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. മേൽക്കൂരയില്ലാതെ ഒരു വൃക്ഷത്തിന്റെ തണലിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. തൊടുപുഴ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ SSLC പരീക്ഷയിൽ ഈ വർഷവും 100% വിജയം നേടി. 101 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. ഇടുക്കി ഹോർട്ടിക്കൾച്ചർ മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ഫീൽഡ് അസിസ്റ്റന്റ്മാരെ നിയമിക്കും. കൃഷിയിൽ VHSC ആണ് അടിസ്ഥാന യോഗ്യത. ശമ്പളം 8450 രൂപയാണ്. താൽപര്യമുള്ളവർ മെയ് 2 രാവിലെ 10:30 പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയിൽ തൊഴിൽ നിഷേധിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. അഴിമതിക്കെതിരെ ധാർമ്മിക ബോധം വളർത്താൻ കഴിയാത്തത് മൂലമാണ് അണ്ണാ ഹസാരെയുടെ സമരം പരാജയപ്പെട്ടതെന്ന് SUCI പോളിറ്റ് ബ്യൂറോ അംഗം കൃഷ്ണ ചക്രവർത്തി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്കേഴ്സ് കേരള തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം നടന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.